കുറെ നേരമല്ലിരുന്ന് മടക്കാൻ തുടങ്ങിയിട്ട്. എവിടെ പോണു നീ? ഓ ഞാൻ 2 ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക. ഇവിടെ എനിക്കിന്ന് ബാഡ് അടിക്കുന്നു. എന്താണോ പെട്ടെന്നൊരു ബാഡ് അടി? ഇവിടെ എന്നെ ആർക്കൊരു വിലയില്ലോടെ. എന്താടേ ചിരിക്കുന്നേ? അല്ല, വിലയുണ്ടാക്കാൻ മാത്രം എന്ത് പുണ്യപ്രവൃത്തിയാണോ താങ്കൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷെ നീ മുംബൈയിൽ വന്ന മുമ്പേ വേണ്ട. എത്രയായി കേട്ടിട്ട് കേട്ട് 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 മടുത്ത്. എനിക്കും ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അങ്ങ് സിംഗപ്പൂര്. ഇത് തന്നെയായിരുന്നു, സിംഗപ്പൂർ സിംഗപ്പൂർ സിംഗപ്പൂർ. കഷ്ടം. എടാ ഞാൻ പറഞ്ഞ സത്യമാ. ഓ, ഇനി ഈ കാര്യം പറഞ്ഞിട്ട് ഇടിയാവണ്ട. അയ്യോ, എനിക്ക് ഡോക്ടർ മറ്റേ ഹോസ്പിറ്റലിൽ ഒരു മൊമെന്റ് തന്നില്ലായിരുന്നോ ഹാർഡ് വർക്ക് ചെയ്തതിന്? ഞാനത് പൊന്നെ പൂവെ പോലെ എന്നെ എവിടെയും വെക്കാതെ എന്റെ ബാഗ് കൊണ്ട് നടന്നതല്ലേടി. എടി അത് പൊട്ടിയേടി. എങ്ങനെ പൊട്ടിയത്? ഇപ്പൊ ഒരുത്തി വന്നല്ലോ, അവളെ എറിഞ്ഞ് പൊട്ടിച്ച്. ആര്? പിങ്കി? ആ മങ്കി തന്നെ. അവളെന്തിനങ്ങനെ ചെയ്തത്? എനിക്ക് അറിയണം, അവൾക്ക് ഭ്രാന്താന്നാ തോന്നുന്നു. നിനക്ക് അങ്ങനെ തന്നെ വേണ്ടടി. നീ എന്നെ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റൂം പാട്ട്. ഇനി അടുത്തത് എന്നിട്ട് താലയായിരിക്കും അവള് തല്ലി പൊട്ടിക്കുന്നത്. ഒരു ഐഡിയ ഉണ്ട് അവളെന്തിനാ പൊട്ടിച്ചെന്നുള്ളത്? എനിക്ക് അറിയത്തില്ല, അവൾക്ക് ഭ്രാന്തെന്നാ തോന്നുന്നത്. പിന്നെ അവൾക്ക് ഭ്രാന്തും കുഴപ്പമൊന്നുമില്ല. ഷീസ് എ നൈസ് ചിക്ക്. ആണോ? എന്നാലേ ഇനി മുതൽ നീ പോയി അവിടെ കൂടെ താമസിച്ചാൽ മതി കേട്ടോ. എനിക്കത് പറ്റത്തില്ല, നീ എന്നെ കിടന്നാ മതി. ഞാൻ കിടക്കത്തില്ല, ഞാൻ ഇനി മുതൽ ഇവിടെ കിടക്കത്തുള്ളൂ. ഇവിടെ നീ കിടക്കണ്ട, ഞാൻ അങ്ങോട്ട് കിടത്തത്തില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടല്ലോ. ചാരു എടി, നീ എന്നെ ഇവിടെ കിടത്തില്ല, അത് പറ. എടി, ആ കാര്യം എന്തായാലും എന്റെ കയ്യിലല്ല. നീ അമ്മാവന്റെ അടുത്ത് ചോദിച്ചു. ഇവിടെ ഇപ്പൊ തന്നെ ഈ 2 ഉണ്ട്. അമ്മാവന്റെ അടുത്ത് ചോദിക്കാനല്ല, ആ മനുഷ്യനെ 10 കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒറ്റ എടുത്തിട്ട് ഈ സൈക്കോ ഒക്കെ മുഴുവൻ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുന്നത്. ഇത് നോക്കിക്കോ, അങ്ങാരല്ലെങ്കിൽ ഞാൻ നോക്കിക്കോ. നീ അവനൊക്കെ പറഞ്ഞില്ല. അമ്മാവന്റെ കാര്യത്തില് തീരുമാനമായി. ഓ പാവം എന്റെ അമ്മാവൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ അടിപൊളി ആയിരിക്കും. പൊളിക്കും പൊളിക്കും പൊളി. എന്നെ ഇങ്ങനെ ഓട്ടിക്കാടി. എനിക്ക് വയ്യ. എന്നെ ഇങ്ങനെ ഓട്ടിക്കാതെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മാവല്ലേ. നിങ്ങൾ എന്റെ അമ്മാവനും അല്ല, എന്റെ ആരും അല്ല. എന്നോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കോളേജ് ചെയ്യുമായിരുന്നോ? മക്കളെ, ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയണേ? നിങ്ങളൊന്നും ചെയ്തില്ലേ? ഒന്നും ഓർമ്മയില്ലേ? ഇല്ല. ഇന്ന് രാവിലെ ആ ദോശ കഴിക്കാൻ നേരത്തെ എന്തോ പറഞ്ഞു നിങ്ങളടുത്ത്? അമ്മ 10 ദോശ കഴിച്ചെന്ന് പറഞ്ഞു. 10 ദോശ തിന്നുന്നതിന്റെ ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, ദോശയുടെ കാര്യമല്ല. കുട്ടി ഒരു ഏണി വലിച്ചോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഒരു ഏണി വലിച്ചോണ്ട് വന്നില്ലല്ലോ. വന്നില്ലേ? പിന്നെ വന്നേക്കുന്ന പിങ്കി എന്ന പണ്ടാരം പിന്നെ എന്തുവാ? പിങ്കി മോളെ കാര്യമാ? പിങ്കി മോള് എന്റെ പൊന്നു മോളെ, അത് മുതലാളിയുടെ കൂട്ടുകാരൻ്റെ മോളാണ്. മുതലാളി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ റൂമിൽ കൊണ്ട് താമസിപ്പിച്ചു. എനിക്ക് അത്രേ അറിയാവൂ. അമ്മാവൻ അത്രേ അറിയത്തുള്ളൂ. പക്ഷെ അവൾ എന്താ ചെയ്തെന്നറിയാവോ? എന്തോ ചെയ്തേ? എന്റെ ഡോക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട് ഗിഫ്റ്റ് ചെയ്ത് എന്റെ മൊമ്മ ചേർന്ന് പൊട്ടിച്ചു. അയ്യേ, അതെന്തിന്? അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ മൊമെന്റ് ഇന്ന് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ അവന്റെ വേറെ മുഖം നിങ്ങൾ കാണും. നീ വേറൊരു മുഖം കൂടെ ഉണ്ടാ മോളെ? വേറെ മുഖം കാണിച്ചാൽ എന്താന്നുള്ളത് നിങ്ങൾ ഒടുക്കത്തെ തമാശ. വീണ്ടും ഞാൻ പറയുവാ, എന്റെ ഗിഫ്റ്റ് നിങ്ങളെ കൊല്ലും, അവളെ കൊല്ലും. മോളെ, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാടി? ഇല്ലാന്നോടെ എനിക്ക് എന്റെ മൊമെന്റ് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. പറഞ്ഞെന്ന് വേണ്ട, നീ ഇപ്പൊ തൽക്കാലം കയറിപ്പോ. എന്റെ ദൈവമേ, എല്ലാ തലവേദന എന്റെ തലക്കാണല്ലോ മോളെ വരുന്നത്. അതെന്തുകൊണ്ടാന്നറിയോ? ബുദ്ധിയില്ലാത്തോണ്ട്. പറ, നീ കൂടെ തന്നെ കളിയാക്കും മോളെ. നിങ്ങളൊക്കെ പൊന്നു പോലെ നോക്കണ എനിക്ക് ഇങ്ങനെ തന്നെ വേണം കേട്ടാ. ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. ഇത് സോൾവ് ചെയ്യാൻ ഒരു പരിപാടി പറഞ്ഞേ. ആ വന്ന കുങ്കി ആ കൊച്ചിനെ മര്യാദക്ക് പറഞ്ഞു വിടാൻ നോക്ക് തിരിച്ച്. നീ എന്തോന്ന് മോളെ പറയണത്? ആ കൊച്ചു പോന്ന് കാലെടുത്ത് വച്ചല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു വിടും? ഞാൻ പറഞ്ഞോളൂ, ബാക്കി അമ്മാവൻ എന്തായാലും കാണിക്കും. അതുമല്ല, മുതലാളി പറഞ്ഞാലും ഇവിടെ നിർത്താൻ. മുതലാളി ധിക്കരിച്ച് എനിക്ക് എന്നെ ഇറക്കി വിടാൻ പറ്റുമോ? അതൊന്നും നടക്കൂല. എന്തോ കാണിക്കാം അമ്മാവൻ. അല്ല, അവന്റെ മോള് പറഞ്ഞ മൊമ്മിന്റെ എന്തര്? മൊമ്മിന്റെ മൊമിഞ്ഞിയല്ല, മൊമെന്റോ. അത് എന്തോ അവൾക്ക് ഏതോ ഡോക്ടർ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമ്മാനത്തിന് പറയുന്ന വേറൊരു പേരമ്മാവ്. അത് ആണോ? അത് ഇവിടെ കടയിൽ കിട്ടുമോ വാങ്ങിക്കാൻ?
അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവെ കടകളിലൊക്കെ കിട്ടും. ആണോ? ഏത് കടയിൽ നിന്ന് പറഞ്ഞു നോക്കും. അത് ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിക്കാം ഒരെണ്ണം. എന്നിട്ട് ഞാനൊരു ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. മോളൊരു കാര്യം ചെയ്യോ, അവന്തി മോളെ ഒന്ന് പറഞ്ഞ് ഒന്ന് ശരിയാക്കി വെക്കുമോ? കുത്താൻ നിൽക്കണ പോത്തിനെ വേണമെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാം, പക്ഷെ ആ ഐറ്റത്തിന് എനിക്കിട്ടറിയും കിട്ടണം മാവ പ്ലീസ്. തൽക്കാലം വാങ്ങിച്ചിട്ട് കൊടുക്കോ കൊടുക്കാണ്ടിരിക്കോ എന്തോ ചെയ്യും, എന്നെ വിട്ടേക്ക്. എനിക്കറിയാം, ഒരു കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്നാണല്ലോ. കണ്ട എൻ്റെ മുട്ടിൽ വെച്ച് അടിച്ചതെന്ന് കണ്ടാ. ഞാൻ രാത്രി ചൂട് വെച്ചുതരാം. ചൂട് വയ്ക്കാനാ? ചൂട് വയ്ക്കാൻ വേണ്ടി ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മോളെ. അയ്യോ എന്നെ അങ്ങോട്ട് എടുത്തോ, ചൂട് പിടിച്ചു തരാന്ന്. രാത്രി ആകുമ്പോ വെള്ളത്തിൽ ചൂട് മുക്കി പിടിച്ചു തരാം. ആ ശരി, ഞാൻ പോയി അത് വാങ്ങിച്ചിട്ട് വരാമേ. ഓർമ്മയുണ്ടോ ഈ മുഖം? അതെന്തോന്നൊരു നീ അങ്ങനെ ചോദിക്കണേ? വല്ലപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത കൊള്ളാം. വല്ലപ്പോഴോ? ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്നും അവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ പിള്ളേരെ കാര്യമൊക്കെ ആര് നോക്കും? പിള്ളേർ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നെ കെട്ടരുതായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് കല്യാണത്തിന് മുതിരത്തില്ലായിരുന്നല്ലോ. എടീ, നീ ഇന്ന് അങ്ങനെയൊക്കെ വർത്താനം പറയണേ. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചോണ്ട് നിനക്ക് എന്ത് പറ്റിയത്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ? പറഞ്ഞ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കല്യാണം കഴിച്ചോണ്ട്? ചിട്ടി പൈസ. ചിട്ടി പൈസ? യാ ചിട്ടി പൈസ? ഇപ്പൊ ഏത് ചിട്ടി പൈസ? അതും മറന്നുപോയി നിങ്ങളില്ലയോ? 2 മാസമായി നിങ്ങൾ ചിട്ടി അടച്ചിട്ട് അറിയാവോ? 2 മാസം കൊണ്ട് ഞാനോ ചിട്ടി അടച്ചോണ്ടിരിക്കുന്നേ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കോലാഹലം കാണിച്ചത്. ഞാൻ ജീവിക്കുന്ന പാട് എനിക്കറിയാം. നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിന് വേണ്ടിയല്ലേ ഞാൻ ചിട്ടി കഷ്ടപ്പെട്ട് അടച്ചിടുന്ന ചിട്ടി എടുത്ത് തന്നത്. അത് ചേട്ടൻ എന്തെങ്കിലും അടച്ചോ? എടി എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി ചിട്ടി എടുത്ത് തന്നതിനും നീ ജീവിക്കുന്ന കഷ്ടപ്പാടിന് എന്തടി ബന്ധം? ഇല്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എടി, ചിട്ടി പൈസ എടുത്ത് കൊടുത്തു, ചിട്ടി പൈസ അടയ്ക്കണം. ഇപ്പൊ എത്ര ചിട്ടി പൈസ അടയ്ക്കണം? എത്ര ചിട്ടി? ഇപ്പൊ ഈ മാസം ചിട്ടി പൈസ വളഞ്ഞൊടി കളിക്കല്ലേ ചിട്ടി പൈസ. ഇതിനാണ് എത്ര പ്രശ്നം? തീരൂലേ? എന്നാ താ എടുത്തതാ, നിങ്ങൾ പൈസ താ. അല്ല, ഈ പ്രശ്നം വേറെ ഒന്നും അല്ല രുക്കു. ഈ പൈസ എപ്പോഴും ഈ പൈസയ്ക്കൊന്നും ഒരു വിലയില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹബന്ധം വരും, പൈസ ഉണ്ടാവും, പൈസയൊക്കെ ബാക്കിൽ നിന്ന് വരും. ശരിയായി. മോളൊരു കാര്യം ചെയ്യും, എന്തായാലും മോള് 2 മാസമായിട്ട് കൊടുത്തില്ലേ? പറയട്ടെ, 2 മാസമായിട്ട് മോളല്ലേ ചിട്ടി പൈസ കൊടുത്തത്. ഈ മാസം കൂടെ മോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച്. അയ്യടാ, അതായിരുന്നു പരിപാടി. മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. നടക്കും. എടി പൊന്നു മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കി. ഒരു പൊന്നുമോളും ഇല്ല. പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാണ്. പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളിയോട് പോയി ചോദിക്കേ. അയ്യോ, മുതലാളി ശമ്പളം തന്ന് എല്ലാം 2 മാസം തരുമോ ശമ്പളം? അല്ല, മാസം 2 പ്രാവശ്യം തരുമോ? അയ്യോ കൊള്ളാലോ. ഇപ്പൊ ഈ മാസം ശമ്പളം കിട്ടി. അതെടുത്താ ചിട്ടി പൈസ താ. എന്തോ നീ പൈസ നീ വന്ന നേരം കൂട്ടും ഒരു സ്നേഹമുള്ള വർത്താനം പോലും പറയില്ല. എപ്പോഴും പൈസ എന്ന് പറയും. ഈ മാസം കിട്ടിയ പൈസ ചിലവായി പോയി. നമുക്കൊരു കാര്യം ചെയ്യാം. നീ വിഷമിക്കാതെ. നമുക്ക് ഇപ്പം തൽക്കാലം നിൻ്റെലും പൈസ ഇല്ല, എൻ്റെലും പൈസ ഇല്ല. ഇതാവാതെ നമുക്ക് ഈ ചെയിൻ്റെ പണയം വെച്ചാലേ. ചേട്ടാ കൂടുതൽ കളിക്കല്ലേ. എനിക്ക് വാങ്ങിച്ചെന്ന് ഈ ഒരു തരി പൊന്ന ഞാൻ തരത്തില്ല. എടി ഇപ്പൊ കൊണ്ട് പണയം വെച്ചിട്ട് അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ ഉടനെ എടുത്ത് തരും. ആ പരിപാടി നടക്കത്തില്ലല്ലോ. നടക്കത്തില്ല. പിന്നെ എൻ്റെ പൈസ ഇല്ലാത്തോണ്ടാണ്. പൈസ എവിടെ നിന്നും പോയിപ്പിച്ചോണ്ട് പോവാ. ജീവിക്കാൻ അങ്ങനൊക്കെ കഷ്ടപ്പെടണം. അല്ല, ജീവിക്കാൻ കഷ്ടപ്പെടണം എന്നുള്ളത് എനിക്കറിയാം. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എന്നെ കൊണ്ട് പറ്റത്തില്ല ചേട്ടാ ഇതെല്ലാം അവിടെ താങ്ങാന്. എൻ്റെ ഈ മാസം ചെലവ് കഴിഞ്ഞുള്ള പൈസ പോലും ഇല്ല. ശരി, മനസ്സിലായി. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പോരെ? അങ്കിളേ, എന്ത് മോളെ? ഞാൻ അങ്കിളിനെ അന്വേഷിച്ചു നടക്കുമായിരുന്നു. അല്ല, ഇവിടെ ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് മോളെ അടുക്കളയൊക്കെ ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. എനിക്കതൊന്നും അറിയില്ല അങ്കിളെ. അങ്കിളിന് പുറത്തു പോയി ഫുഡ് വെച്ചിട്ട് വരാൻ പറ്റുമോ? നോക്കാം. വാങ്ങിക്കാലോ. നോക്ക് എന്താ വേണ്ടേ? എനിക്ക് ചിക്കൻ ഷെസ്വാൻ. എന്തോ ചിക്കൻ ഷെസ്വാൻ? മോളെ, അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ള സാധനം വാങ്ങിച്ചോണ്ട് വരാം. എന്തായാലും മതി അങ്കിൾ, എനിക്ക് വിഷമിട്ടാണെങ്കിലും വയ്യ. ശരി, ഇതാ പൈസ. ശരി. പെങ്കൊച്ച് അത് നിനക്ക് അറിഞ്ഞൂടില്ലേ? അതെ, നമ്മളെ മുതലാളിയുടെ കൂട്ടുകാരൻ്റെ മോളാണ്. നിങ്ങൾക്ക് കണ്ട പെൺപിള്ളേരെല്ലാം നോക്കാൻ സമയമുണ്ടല്ലോ. എന്റെ കാര്യം നോക്കാൻ ചേട്ടൻ സമയമില്ല. നീ എന്തിനാ അങ്ങനെ പറയണം? സമയമില്ല, കൂടുതലൊന്നും പറയണ്ട. എടി, അങ്ങനെയല്ല. നിങ്ങൾ വീട്ടിലോട്ട് വരുമല്ലോ, ഞാൻ കാണിച്ചു തരാവേ. വീട്ടിലോട്ട് വാ. അയ്യോ എടേ, രുക്കോ. ഞാൻ ഉണ്ടാവില്ല ഇന്നത്തെ പ്രോഗ്രാമിന്.
ഇല്ല ഇന്നത്തെ ന്യൂ ഇയർ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഞാൻ ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെന്ന്. ആ നാളെ കാണാം എന്തായാലും. ഓ അപ്പോൾ അടിച്ചു പൊളിക്കും. ശരി, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ചിക്ക്. ഐ എന്താണൊരു ആലോചന കാര്യമായിട്ടുണ്ടല്ലോ. എടാ എന്താണൊന്നും മിണ്ടാത്തേ? എടാ എന്തൊരു എക്സ്പ്രഷൻ എങ്കിലും ഇടറോ. പ്ലീസ് ലീവ് മീ അലോൺ. എടോ താനെന്താ വിഷമത്തിലാണെന്ന് മനസ്സിലായി. പക്ഷെ എടോ തൻ്റെ വിഷമം മാറ്റാനുള്ള ഒരു കറക്റ്റ് അവസരം ഇന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്. അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല താൻ തന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പരിപാടി? യുവർ ഗുഡ് നെയിം പ്ലീസ്. എൻ്റെ പേര് DJ കല്ലു. അത്യാവശ്യം ഫേമസ് ആണ്. ഓക്കെ കല്ലോ, ലെറ്റ്സ് മീ ടോക്ക്. ഐ ആം ന്യൂ ഹിയർ. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയണോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എങ്ങനെ നിങ്ങളോടൊരു പാർട്ടി കൂടുന്നത്? എൻ്റെ ഏടാ ലൈഫ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഉള്ള സമയത്ത് മനസ്സിലാക്കാനും പരിചയപ്പെടാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനേ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. പ്ലീസ് ലീവ് മീ അലോൺ. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഓഹോ, ഇവിടുത്തെ പുതിയ കൊച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്, മിണ്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ആയിട്ട് വന്ന് മിണ്ടി. അത് ഞാൻ ചെയ്ത് തെറ്റ്. ഓക്കെ, അത് വിടും, അത് മനസ്സിലായി. അത് പോട്ടെ. ദേ താനിവിടെ അവന്തിൻ്റെ ഏതാണ്ട് കുന്ത്രാണ്ടം എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അവളെ ചുമ്മാ ചോറിയാൻ നിൽക്കണ്ട കേട്ടോ. അവന്തി ഒരു ചായ എടുക്കട്ടെ? എനിക്കൊരു കുന്തവും വേണ്ട. അവിടെ ചായ. നിന്റെ ദേഷ്യം ഇതിലോട്ട് മാറിയില്ലേ? മാറിയില്ല. എടി അവക്കെതിരെ പ്രതികാരം ചെയ്യാൻ എന്റെ ദേഷ്യം മാറും നീ വിചാരിക്കണ്ട. നീ നോക്കിക്കോ എടി, അവൾ എന്റെ ഈ വർഷത്തെ അവസാന ദിവസമാണ് അവൾ കൊളവാക്കിയത്. എന്റെ പൊന്നു കുഞ്ഞെ, പ്രതികാരമൊക്കെ ചെയ്തിട്ട് എന്തിനാ? നീ ഒന്ന് അടങ്ങ്. നമുക്ക് വേറൊരു അതേപോലത്തെ സാധനം വാങ്ങിച്ച പോരെ? പറ്റത്തില്ല. അതിന് പകരം ഇനി വേറെ ഒന്നും ആവത്തില്ല. ദേ ചുമ്മാ ഓരോന്ന് പറയാണ്ടിരിക്കും. അവൾക്കെതിരെ നീ ഇങ്ങനെ പ്രതികാരം ചെയ്ത് ജയിലിൽ പോയി കിടക്കാനാ? എന്നിട്ട് അവിടെ പോയി ആഘോഷിക്കും നിന്റെ ഈ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ? എനിക്ക് ന്യൂ ഇയർ അല്ല വലുത്, എന്റെ പ്രതികാരം തന്നെയാ. അല്ലെങ്കിൽ തന്നെ എന്റെ ഫീലിങ്സിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. എടി പോയത് പോയി, ഇനി അതിനെ പറ്റി പറഞ്ഞ് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? ചരു, നീ ഇപ്പൊ എന്തോ പറഞ്ഞത്? പോയത് പോയി. പക്ഷെ ചാരു, എനിക്കത് അങ്ങനെയല്ല. എടി അത് എന്റെ കഴിവിന് കിട്ടിയ അച്ചീവ്മെന്റ് ആണ്. അത് കാണുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നിമിഷ നേരം കൊണ്ട് ആ രാക്ഷസി എറിഞ്ഞ് പൊട്ടിച്ചത്. ഞാൻ നിന്റെ ഫീലിങ്സിനെ തള്ളി പറയൊന്നുമല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കണ്. എന്താ പ്രളയം, ഭൂകമ്പം, എന്തൊക്കെ നടക്കണം. ഇതിനകത്തൊക്കെ ആൾക്കാർ എന്തൊക്കെ നശിച്ചുകൊണ്ടി. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റ് അല്ലേ? അത് ഞാൻ ഉദ്ദേശിച്ചോളൂ, അല്ലാണ്ട് നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല. കണ്ട നീയൊക്കെ ഇപ്പോഴും അതിനെ വില കുറഞ്ഞാണ് കാണുന്നത്. പക്ഷെ അവന്തിക്ക് അങ്ങനെയല്ല ചാരു, അവന്തിക്ക് അങ്ങനെയല്ല. എടി പോയത് പോയി. ഞാൻ ആ അർത്ഥത്തിലല്ല പറയണ, വീണ്ടും എടുത്ത് പറയണം. ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. ന്യൂ ഇയർ ഒക്കെയാണ്, നല്ല ദിവസമാണ്. പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് വെളിയിൽ പോയി കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ നിന്റെ മൈൻഡും സെറ്റാവും, തലയും സെറ്റാവും. കറക്കം. ആ പിശാചിനിട്ട് പ്രതികാരം ചെയ്യാതെ, അവളെ അടിക്കാതെ ഈ അവന്തിക്ക് എങ്ങോട്ടും ഇല്ല. അവന്തിക്ക് ഒരാഘോഷവും ഇല്ല. ഒരു മിനിറ്റ്. എൻ്റെ പൊന്ന് രാജമാതേ, നീ ഈ ചായ എന്നിൽ നിന്ന് വാങ്ങിച്ചാലും എന്നിട്ടൊന്ന് കൂളാവും. നിന്റെ തലയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെളിക്കളാ. എന്റെ ഉള്ളതാക്കം കൂടെ പൊള്ളിപ്പോയി മൂദേവി. ഇതിന് മാറ്റ ചായ. എന്റെ നാക്ക് കഴിയാനാണ് നീ പൂട്ട ചായ എനിക്ക് തന്നത്. എന്റെ വായനരിക്കും നിന്നെ സമാധാനിപ്പിക്കാനാണ് ഞാൻ ആ സാധനം തന്നത്, അല്ലാണ്ട് നിന്നോട് പറഞ്ഞെടുത്ത് മോന്താൻ. കുടിച്ചു പോയതാ. ആ നാക്കുകൊണ്ട് വെള്ളത്തിലിര് ചെല്ലേ. അയ്യേ ഇവൾ മണ്ടിയാ. പഞ്ചസാര നാക്കുകൊള്ളി പോയി വെള്ളത്തിലിട്ട് നാക്ക് നൂതിത്തരത്താ. നമ്മൾ വിചാരിച്ചോളൊന്നും അല്ല പുതിയ കൊച്ച്. അതിന് ഭയങ്കര ചാട. മേശ കിട്ടിയെന്ന് തോന്നുന്നു നിനക്കും. എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ എന്നോട് മിണ്ടിയിലൊന്നും വിചാരിച്ചിട്ട് എനിക്കൊന്നുമില്ല. നൈസ് കുട്ടിയല്ലേടാ അത്.
നൈസ് കുട്ടിയാ അത്. ഓ നൈസ് തങ്കപ്പെട്ട കുട്ടി. ഞാനേ പറഞ്ഞില്ലേ ഇവിടെ ചിലവരൊക്കെ പറഞ്ഞായിരുന്നു നൈസ് കുട്ടിയാണ്. അയ്യോ എന്ത് എല്ലാരും കൂടെ ഇവിടെ നിൽക്കണേ? നിൽക്ക് സോപ്പൂട്ടി മോള് ഇരിപ്പുണ്ടല്ലോ. മോളിരിക്കണം. നീ ഏതേ പറഞ്ഞത് നിന്റെ എന്തോ മറ്റേ എന്തൊരു സാധനം പൊട്ടിച്ചെന്ന് മറ്റേ കൊച്ചു അതിന് അത് വാങ്ങിച്ചോണ്ടുവന്നത് സമ്മാനം പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ നിന്റെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ സമ്മാനം? മൊമന്റ് പൊട്ടിച്ചതിന് പകരം വാങ്ങിച്ചത് മൊമന്റ് ആണോ? അമ്മാവ അത് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയല്ലേ? എനിക്ക് ഇതുപോലെ തന്നെ കിട്ടിയ സ്കൂളിൽ നിന്നാ. ജീവൻ വേണമെങ്കിൽ നൈസ് ആയിട്ട് ഓടിക്കും. എന്തിന് കിട്ടണ ചാൻസ് ഈ സോപ്പൂട്ടിയാണ് എനിക്ക് മൊമന്റ് ആയിട്ട് കിട്ടിയത്. ഇത്ര രൂപ സാധനം എന്നറിയാമോ? 125 രൂപ സാധനം. 125 രൂപ. എന്റെ കഴിവിന് എനിക്ക് ഡോക്ടർ സോപ്പൂട്ടി അല്ലാത്ത കടവാ. നീയല്ലേ പറഞ്ഞ ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം എന്ന്? എനിക്ക് ഇതുപോലത്തെ സമ്മാനമാണ് തന്നത്. അത് നിങ്ങൾക്ക് എനിക്ക് കിട്ടിയത് പക്ഷേ ഇതുപോലത്തെ സമ്മാനം അല്ലായിരുന്നു. അമ്മാവ കാലം മാറി മിണ്ടാണ്ടിരിക്കും. ബഹളം വയ്ക്കാ, നിനക്ക് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. 10 രൂപയുടെ സോപ്പൂട്ടി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്ന എനിക്ക് വേറെ വാങ്ങിച്ചരാന്ന് പറഞ്ഞല്ലേ? ഞാൻ വേറെ വാങ്ങിച്ച് തരാടി, ബഹളം വയ്ക്കാതെ. എന്തോന്നാ അമ്മാവ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണത്? തോന്നുന്നത് വേറെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എന്തുവാ? ഇത് മറ്റേ മോക്കുള്ള പപ്സ്. അതെ, ഒന്നും കഴിച്ചില്ല, വിശക്കണെന്ന് പറഞ്ഞു. ഏത് മോള്? പിങ്കി മോക്ക് രാവിലെ എന്ന് പറഞ്ഞ് വിശക്കണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞപ്പോൾ അതിന് ആഹാരം ഒന്നും ഉണ്ടാക്കി അറിഞ്ഞുകൂടാ, നിങ്ങളെ പോലെയൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ തന്നിട്ട് എന്തൊരു ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. ഷൂ പോലത്തെ സാധനം. അതെനിക്ക് ഇവിടെ ഒന്നുമില്ല, എനിക്ക് മനസ്സിലായൂല. അപ്പോൾ പിന്നെ പപ്സ് കണ്ട്, അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓ മാമ പിങ്കി മോക്ക് മുട്ട പപ്സ് വാങ്ങിക്കാൻ പോയതായിരുന്നോ? മുട്ട പപ്സ് അല്ല, വേറൊരു സാധനമാണ് വാങ്ങിക്കാൻ പോയത്, അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിങ്കി മോളെ ഞാൻ കൊടുക്കാം. നിങ്ങളെ വഴക്കൊക്കെ മാറിയാ? അങ്ങനെ ഇരിക്കണം, അതാണ് വന്ന് കയറി എപ്പോഴും ഇങ്ങനെ കാണിക്കരുത് മക്കളെ. എന്നാ കൊണ്ടുപോയി കൊടു, അല്ലെങ്കിൽ വിളിച്ചു കൊടു. എപ്പോഴും വഴക്കൊന്നും കൂടരുത്. ശരി ശരി, അവര് സോൾവ് ചെയ്തോളൂ. അവന്തിനറിയാലോ. അതിനല്ല പിങ്കി മോളെ പൊട്ടിക്കാതെ, പൊട്ടിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? കൈ കൊടുക്കട്ടെ അമ്മാവ. അത് അങ്ങനെ കൂട്ടാ പോരെ? പായ കൊടുക്കാം. മോളെ കഴിക്കല്ലേ, ഞാൻ പറഞ്ഞ മോള് കൂടെ വിളിക്കാൻ നിൽക്കരുതെന്ന്. മക്കളെ നീ കഴിക്കല്ലടി, അത് മുതലാളിയുടെ സുഹൃത്തിന്റെ മോളാണ്. മക്കളെ കഴിക്കും. മോളെ അടി പിടിയാന്ന് നീ കഴിക്കാതി മക്കളെ. അയ്യോ ഇങ്ങി കഴിക്കണമെന്ന് കാണണമല്ലോ, അത് കുങ്കി. ഇനിയിപ്പോ ആ കൊച്ചു വരുമ്പോ ഞാൻ. ഓ മോളെ. അങ്കിളെ ഞാൻ പറഞ്ഞ മേടിച്ചായിരുന്നോ? അതെ മോളെ, മോള് പറഞ്ഞ സാധനമില്ലേ, അത് ഇവിടെ കിട്ടൂല. ഞാൻ അന്വേഷിച്ചു. പിന്നെ ഞാൻ പപ്സ് വാങ്ങിച്ചു. അതിന് പപ്സ് എവിടെ? എനിക്കാണെങ്കിൽ വിശക്കുന്നങ്ങളെ, അതിന് തായോ. അതാണോ അപ്പൊ ഇവര് കഴിക്കുന്നേ? അതെ മോള്, ഈ അവന്തി മോള് എന്തോ സാധനം എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാങ്ങിച്ച് തിന്നവർ. അതിനത് എന്റെ പൈസയല്ലേ? അത് ഞാൻ പറഞ്ഞു മോളെ അവരുടെ അടുത്ത്. എന്തോ അമ്മാവ പോയ ഐറ്റം? എന്തോന്ന് ആ കൊച്ചു വിശന്ന് വന്നപ്പോ തീയ കൂടെ അല്ലേ പപ്സ് എടുത്ത് കഴിച്ചത് എല്ലാവരും കൂടെ. അത് കണ്ടോ, അത് പൊട്ടിച്ചാട്ടാ ഗ്ലാസ്. പണക്കാരി കൊച്ചല്ലേ, പൊട്ടിക്കട്ടെന്നേ. അമ്മാവനൊരു കാര്യം ചെയ്യും, കുറച്ച് വില പിടിപ്പുള്ള പൊട്ടണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ വീടിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കും. അതാകുമ്പോ കൊച്ചിന് ദേഷ്യം വരാൻ നേരത്തെ ഓരോന്നിടത്തും പൊട്ടിക്കട്ടെ, അല്ലേടി? പിന്നല്ലാതെ എന്തായാലും അവക്ക് കൊണ്ടത് പപ്സ് തിന്നപ്പോഴേ എനിക്ക് സമാധാനമായി. നമുക്ക് ന്യൂ ഇയർ പിന്നല്ലാണ്ട് ന്യൂ ഇയറിന്റെ ചെലവ് ഉണ്ടാകാം. തകർത്ത് നിങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. നിങ്ങളെല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ആ കൊച്ചിനെ ഇങ്ങനെയൊന്നും കാണിക്കരുത്. എന്നാ പിന്നെ അമ്മാവനൊരു കാര്യം ചെയ്യ്, ആ മോളെടുത്ത് ഒക്കെ തെച്ചിട്ട് അങ്ങ് നടക്ക്. അയ്യോ എടി മോളെ, അങ്ങനെ അല്ലടി, അത് പാവമല്ല, ഇപ്പൊ വന്ന് കയറിയില്ലേ ഉള്ളൂ. നീ നോക്കാനും വേണ്ട, ഞാൻ പേടിക്കൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല.
മക്കളെ കത്തിക്കിട്ടാ അപ്പം ഹാപ്പി അമ്മ സൂക്ഷിച്ച്. ആ ഹാപ്പി ന്യൂ ഇയർ. കേക്കെടുക്ക്.